ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോരാ, കയ്യടി പോരാ, ചേച്ചി നമ്മളെ കാണാൻ വന്നാണ്. ക്യാമറയിൽ നോക്കും. അടുത്തതായി ചേച്ചിയെ സ്വാഗതം ചെയ്യാനായി ബൂത്ത് പ്രസിഡന്റ് സൂര്യദാസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറിയായ സുജി ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. തന്നെ ഇട്ടോളൂ. അതെ, ശരി. നമ്മളെ കാണാൻ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സ്വന്തം ശോഭ ചേച്ചി വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എന്നല്ല, ശോഭ ചേച്ചിന്റെ സ്വന്തം നാടാണ് ശരിക്കും പാലക്കാട്. പാലക്കാടിനെ അത്രത്തോളം അറിഞ്ഞൊരു വ്യക്തി ഇന്ന് വേറെ ഇവിടെ ആരുമില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. അത്രയും വിശിഷ്ടമായ നമ്മുടെ ശോഭ ചേച്ചിയെ രണ്ടു വാക്കുകൾ സംസാരിക്കാനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ശ്രീമാൻ ബാലചന്ദ്രൻ, ആരാധ്യയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ലീഡറും മുൻ ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീമതി പ്രമീള ശശിധരൻ അവർ, നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കരുത്തനായിട്ടുള്ള പ്രിയപ്പെട്ട മധുമാഷ്, നിയോജകമണ്ഡലത്തിന്റെ അമരക്കാരൻ ബിജീഷ്, നമ്മുടെ ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ സജിഷ, എന്റെ മുന്നിലുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഞങ്ങൾ വഴിയരികിലൂടെ പോകുമ്പോൾ ഒരു കടയിൽ കയറി. ആ കടയിലെ അമ്മയും അച്ഛനും അവരോട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്, എന്താണ്, ഹോട്ടൽ നടത്താനായിട്ട് ഗ്യാസിന് വില കൂടി, അതിന്റെ കാരണം മോദിജിയാണ് എന്ന്. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, അമ്മ പത്രം വായിക്കണമൊന്നുമില്ല, യുദ്ധം നടക്കുന്നത് അമ്മയ്ക്ക് അറിയില്ല, പ്രശ്നങ്ങൾ അവർക്ക് അറിയില്ല. അപ്പോ ആ ഒരു സാഹചര്യം വരെ പാവപ്പെട്ടവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് വികസനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്ക് പകരം വയ്ക്കാൻ ഒരാളും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ആ മോദിജിയെ ലോകരാജ്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ 17ഓളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ബഹുമതി വരെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും നരേന്ദ്രമോദി ഗവൺമെന്റിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിൽ, ഈ കേരളം കഴിഞ്ഞ 10-70 വർഷമായിട്ട് നാട്ടുകാരെ പറ്റിക്കുകയാണ്. LDFും UDFും മാറി മാറി കേരളം ഭരിച്ചു. അവർക്ക് മുഖ്യമന്ത്രിമാരുണ്ടായി, 2 പാർട്ടിക്കും ഇവിടെ നിന്ന് MP മാരുണ്ടായി. 70 കൊല്ലത്തോളം 47 വർഷം കോൺഗ്രസിന് MLA ഉണ്ടായ സ്ഥലമാണ് ഈ പാലക്കാട്. 20 വർഷത്തിലേറെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLA ഉണ്ടായി. എന്നിട്ട് എന്തേ ഈ പാലക്കാട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു? എന്തുകൊണ്ടാ പാലക്കാട് വികസനമില്ലാത്തത്? എന്താ നല്ല റോഡില്ലാത്തത്? ഇന്ന് ഞാനൊരു സ്ഥലത്ത് പോയി, അവിടെ ഒരു കുട്ടി എന്നെ കാണാൻ വന്നു. ആ കുട്ടി പറഞ്ഞു, രഹസ്യമായിട്ട് ഫുട്ബോൾ കളിക്കാൻ ഒരു പന്തെങ്കിലും വേണം, ഞങ്ങൾക്ക് ഗ്രൗണ്ടില്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും തട്ടിക്കളിച്ചോളാം. ആ കുട്ടിയുടെ മനസ്സുള്ള എത്രയോ കുട്ടികൾ ഈ പാലക്കാടുണ്ട്. ഞാൻ പറയുന്നു, ശോഭ ചേച്ചി ജയിച്ചാൽ ഒരു ബോളല്ല
നമ്മളൊരു കളിക്കളം ഒരുക്കും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ. മുനിസിപ്പാലിറ്റിയില് ബജറ്റ് അവതരിപ്പിച്ചു. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ 10 ഏക്കർ സ്ഥലമുണ്ട്. ആ 10 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ സ്റ്റേഡിയം പണിയണം എന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മുൻ ചെയർപേഴ്സണോടും ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നോടും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ വികസനം വേഗതയിൽ നടക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരും. നമുക്ക് അദ്ദേഹത്തോട് പറയാം, എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP. ആ മോഡലിൽ പാലക്കാടിനെ വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ തമാശയായിട്ടാണ് അവർക്ക് തോന്നിയത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭയെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോ ആളുകൾ വരും, നമ്മുടെ വേദനകൾ കേൾക്കും, വികസനം വരും, അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എങ്ങനെയാണ് ഒരു നാട് വികസിക്കുക, നന്നാവുക? ആ നാട്ടിൽ വ്യവസായങ്ങൾ വരണം. ആ നാട്ടിൽ കർഷകർ ആത്മാഭിമാനത്തോടു കൂടി അവർക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ സാധിക്കണം. ആ നാട്ടിൽ ജീവിക്കുന്ന പട്ടാളക്കാർ പറയണം, സുരക്ഷിതത്വമുള്ള ഒരു നാടാണിത് എന്ന് പറയണം. ആ നാട്ടിലെ കുട്ടികൾക്ക് ഏത് സമയത്തും പകലും രാത്രിയും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കണം. തൊട്ടു മുൻപ് ഞങ്ങൾ പോയ സ്ഥലത്ത് റോഡിലൂടെ നടക്കാൻ പറ്റുന്നില്ല. അവിടെ നല്ല വഴികളില്ല. അവിടുത്തെ ആളുകൾക്ക് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരു കുളത്തിൽ പോയി കുളിക്കാൻ ആ കുളത്തിന് പടിക്കെട്ടുകളില്ല. ഒരു വികസനവുമില്ലാതെ എങ്ങനെ ഈ പിരായിരി പഞ്ചായത്തിനെയും മാത്തൂരിനെയും കണ്ണാടിയെയും ഇവർ മുരടിപ്പിച്ചു? മുനിസിപ്പാലിറ്റി ഇന്ന് നിലനിൽക്കുന്നതും മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും ഒരു വികസനം കാണുന്നതും പാലക്കാട് മുനിസിപ്പാലിറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം നടപ്പിലാക്കിയതുകൊണ്ടാണ്. 25 വർഷക്കാലം ഭരണകൂടത്തിനെ നയിച്ച ഒരു മുനിസിപ്പൽ കൗൺസിലറായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആ മുനിസിപ്പാലിറ്റിയിൽ ഇരുന്ന ഒരു സഹോദരിയാണ് നമ്മുടെ ശ്രീമതി പ്രമിള ശശിധരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 7 വർഷം ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. എത്രയോ പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു ഒരു MLA ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പൊ നമ്മൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? ഞാൻ എത്രയോ സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ മത്സര രംഗത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ജനങ്ങൾ പറയുന്നത് പോലെ ഒരു സമയത്തും ഒരു സ്ഥലത്തും നമുക്ക് വലിയ മൂവ്മെന്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ പറഞ്ഞത് പാലക്കാട് BJP വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് 2 മുന്നണികൾക്കും ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കഥയുണ്ടാക്കുകയാണ്. എന്താ കഥ? 100-300 ബലിദാനികൾ ഉണ്ടായിട്ടുള്ള ബലിദാനികളെ നമ്മുടെ പ്രസ്ഥാനത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള LDFും BJPയും തമ്മിൽ ധാരണയാണ് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ ചോദിച്ചു, ധർമ്മടത്ത് പിണറായി വിജയനെതിരെ പ്രസംഗിക്കാൻ, ധർമ്മടത്ത് മുഖ്യമന്ത്രി ചെയ്ത 10 വർഷത്തെ അന്യായങ്ങൾ പറയാൻ ശ്രീമാൻ VD സതീശന്റെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ നിർത്താൻ സാധിക്കാതെ നിങ്ങൾ പരസ്പരം ഡീല് വെച്ചുകൊണ്ട് BJPക്കെതിരെ കുതിര കയറാൻ വരണ്ട. VD സതീശനെ ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ VD സതീശന്റെ പാർട്ടിയിൽ നിന്ന് പാർട്ടി വിട്ട് BJPയുടെ കൊടി പിടിച്ച വത്സലയെ നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്, സൂക്ഷിച്ചോ എന്നാണ് ശ്രീമാൻ സതീശനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കളി വേണ്ട, ഞങ്ങൾ വികസനമാണ് ചർച്ച ചെയ്യുന്നത്, ഞങ്ങൾ ഈ നാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയം പറയുമ്പോൾ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ പറയേണ്ടത് രാഷ്ട്രീയമാണ്, അല്ലെ? രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഈ അവസരത്തിൽ ആ ചർച്ചകൾ ജനങ്ങൾക്കിടയിലേക്ക് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ വോട്ട് ചോദിച്ചോളൂ, അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചാൽ അതിന്റെ മുന്നിൽ ഒന്നും മുട്ടുമടക്കുന്ന, അതൊക്കെ കേട്ട് കരഞ്ഞിരിക്കുന്ന ഒരാളല്ല പാലക്കാട് മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ തീരുമാനിച്ചതേ പറയൂ, പറഞ്ഞാൽ നടപ്പിലാക്കും. ഏത് പ്രതിസന്ധിയെയും ഏത് പർവ്വതത്തെയും ഞങ്ങൾ മറികടക്കണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ മറികടന്നിട്ടുണ്ട് ഈ പ്രസ്ഥാനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല, നമുക്ക് പ്രവർത്തിക്കണം, അല്ലെ? പ്രസ്ഥാനത്തിന് വിജയിക്കണം. പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ട് മാറാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 2004 എന്നോട് പറഞ്ഞത് വടക്കാഞ്ചേരിയിൽ മത്സരിക്കാനാണ്. അന്ന് അവിടെ 5000 വോട്ട് പോലും ഇല്ല. അന്ന് വടക്കാഞ്ചേരിയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ശ്രീമാൻ മുരളീധരനെതിരെ മത്സരിച്ചു. വോട്ട് നമുക്ക് ഡബിളായി നമ്മുടെ പ്രസ്ഥാനത്തിന്. ആദ്യത്തെ കന്നി തെരഞ്ഞെടുപ്പായിരുന്നു. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഒരാൾ കൈപിടിച്ചാൽ
ഒരാൾ ചിരിച്ചാൽ, ഒരാൾ അടുത്തു വന്നാൽ ഇത് കോൺഗ്രസ് ആണോ, മാർക്സിസ്റ്റ് ആണോ, BJP ആണോ, സംഘപരിവാറാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു പാഴൂർ പടിപ്പുറയിൽ പോയി ജാതകം നോക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചില്ല. എനിക്കറിയാം. അപ്പൊ എത്രയോ കോൺഗ്രസുകാർ, എത്രയോ മാർക്സിസ്റ്റുകാർ തീരുമാനമെടുത്തിട്ടുണ്ട്, തൽക്കാലം നല്ല ശബ്ദമുള്ള ശോഭ പോയാൽ മതി പാലക്കാടിന് വേണ്ടി എന്ന് അവരുപോലും തീരുമാനിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് കരുതി അവരുടെയൊക്കെ വീട്ടിലേക്ക് നമ്മൾ പോണ്ടേ? ഇപ്പൊ അരുണൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അരുൺ മെമ്പറാണ്. അരുൺ പഞ്ചായത്തിലെ നല്ല ഒരു പ്രവർത്തകനാണ്. എല്ലാ വീടുകളിലും പോകാൻ വേണ്ടി നമ്മൾ അതിനനുസരിച്ച് ആളുകളുടെ ഒരു ടീം ഉണ്ടാക്കണം. ആ ടീമിനെ കൊണ്ട് വീടുകൾ കയറിപ്പിക്കണം. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കണം. ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, 100 കുട്ടികൾ, 100 ആൺകുട്ടികൾ ഒരു വാർഡിൽ ഞാൻ കാണുകയാണ്. ഒരു MLA ഉണ്ടാക്കാൻ ഈ ആള് മതി, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മതി. പക്ഷേ വീടുകളിൽ പോണം, അവിടെ ആളുകളോട് നമ്മൾ നമ്മുടെ നയം പറയണം. കഴിഞ്ഞ മീറ്റിംഗിൽ ഒരാൾ ചോദിച്ചു, അദ്ദേഹം പ്രസംഗത്തിൽ പറയാണ്, എന്തുകൊണ്ട് ഇവിടെ വൈദ്യുതി ഇല്ല? ഞങ്ങളുടെ അഗ്രഹാരങ്ങളിൽ, ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സൗരോർജ്ജ പദ്ധതി കിട്ടുന്നില്ല എന്നാണ് ചോദിച്ചത്. ഞാൻ തരാം. ശോഭയെ MLA ആക്കി നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 78,000 രൂപ സൗജന്യമായിട്ട് ഒരു വീട്ടിലേക്ക് സൗരോർജ്ജത്തിന് വേണ്ടി കിട്ടുന്ന സൂര്യഘർ പദ്ധതി നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് അവിടെ ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുള്ളത്. പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് പ്രഖ്യാപിക്കാനല്ല, വാക്കിനെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ, ഏതാൾക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെ? എല്ലാവർക്കും മുന്നിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം, ഇന്ന് പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ ഒരു മാസത്തിൽ 29 ദിവസവും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ സമയം, ആകെ ഒരു ദിവസമെങ്കിലും വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകണം. അതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബാലേട്ടനൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും വിശദമായിട്ട് സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഇനി ഇവിടെ കണ്ടതിനും ഷാളിട്ട് സ്വീകരിച്ചതിനും മറുപടിയായിട്ട് ഈ പാലക്കാടിനെ ഇനി വികസിപ്പിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകൂ എന്നുള്ളതാണ്. MLA ആയാൽ, പത്രക്കാരൻ ചോദിച്ചു, MLA ആയാൽ ആദ്യത്തെ പ്രയോറിറ്റി എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു MLAക്ക് ഒരു MLA ഓഫീസ് അല്ലെ? ഒരു MLA ഓഫീസ് അല്ല പാലക്കാട് നമ്മൾ ഉണ്ടാക്കുക. പിരായിരിയിൽ, കണ്ണാടിയിൽ, മാത്തൂരിൽ, മുനിസിപ്പാലിറ്റിയിൽ ശോഭ എന്ന് പറയുന്ന സ്ത്രീ MLA ആയാൽ 4 MLA ഓഫീസുകൾ നമ്മൾ തുറക്കും. 3 ദിവസത്തിനകം തുറക്കും. റിസൾട്ട് കഴിഞ്ഞ് അത് ഇവിടെ നിന്ന് ഓടിപ്പിടച്ച് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവിടെ ISROയുടെ സയന്റിസ്റ്റ് ഡയറക്ടർ പറയാണ്, ഞാനൊരു പ്യൂണിനെ പോലെ ജോലി ചെയ്യാൻ തയ്യാറാണ്, MLA ഓഫീസിൽ ഇരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഇവിടെ വന്നിരിക്കാം എന്ന് പറയുന്ന ആള്. പ്രൊഫസർമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നമ്മുടെ കുട്ടികൾ, കർഷകർ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ സ്വപ്നം ഒരു ശോഭ ജയിക്കലല്ല. നമ്മുടെ സ്വപ്നം എന്താണ്? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാക്കുക, ഡബിൾ എഞ്ചിൻ സർക്കാർ. അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. പടപടാന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനൊക്കെ ആളുകൾ വരിക, BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുക, നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനോട് പറയണം ഞങ്ങൾ മത്സരിക്കാം. അങ്ങനെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം വേണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തിയാണ്. നിങ്ങൾക്കൊക്കെ വലുതാവുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വേണം നല്ല കോളേജ്. നമുക്ക് കോയമ്പത്തൂർ പോയി പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് പാലക്കാട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കണം. ഈ നാട്ടിൽ തന്നെ നമുക്ക് പഠിക്കണം. അങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം എന്ന് എന്റെ കൊച്ചു കൂട്ടുകാരോട് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.